2D ജോമെട്രിയുടെ ആറാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതിനു മുന്നേയുള്ള 5 പാർട്ടുകളിലായിട്ട് കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇന്ന് ആറാമത്തെ പാർട്ടിൽ നമ്മൾ പരിചയപ്പെടുന്നത് 3ഉം 2ഉം 5 ചോദ്യങ്ങളാണ്. 2023 ചോദ്യങ്ങളാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ അറിയാവുന്നവർ ഇത് ചെയ്തു നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് സമയം കളയണ്ട. അറിയത്തില്ലാത്തവർ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻസ് കണ്ട് വിശദമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിലെ തുല്യമല്ലാത്ത കോൺ 80 ഡിഗ്രി ആയാൽ തുല്യമായ കോണുകളുടെ അളവ്. മക്കളെ, സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത 2 വശങ്ങൾ തുല്യമായിരിക്കും, അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വശങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞാൽ ഈ 2 വശങ്ങളാണ് തുല്യം, അവയ്ക്കെതിരെയുള്ള ഈ 2 കോണുകളും തുല്യമാണ്. അപ്പോൾ ഒരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത 2 വശങ്ങൾ തുല്യം, അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യം. അപ്പം ഇങ്ങനെ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമല്ലാത്ത കോൺ, ഓക്കെ, തുല്യമല്ലാത്ത കോൺ ഇതല്ലേ ആണ്, അത് 80 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തുല്യമായ കോണുകൾ എത്രയാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രിയാണ്. ആണോ? ഒരു ത്രികോണത്തിലെ കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രിയാണ്. ആണല്ലോ. അതിൽ ഒരു കോൺ 80 ആണെങ്കിൽ ബാക്കി 2 കോണുകളും കൂട്ടുമ്പോൾ 100 കിട്ടണം. അവ രണ്ടും തുല്യമായതുകൊണ്ട് ബാക്കി 2 കോണുകൾ എത്ര ഡിഗ്രി വീതമായിരിക്കണം? 50 ഡിഗ്രി വീതമായിരിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ, 50. ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180, ഒരു കോൺ 80 ആണ്, ബാക്കി 2 കോണുകൾ തുല്യമാണ്, കാരണം സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട്. അപ്പോൾ ആ കോണുകൾ 50 വീതമായിരിക്കണം. റെഡിയല്ലേ? ആണ്. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ഏത് അംശബന്ധത്തിലാണ്? 5:2 എന്ന അംശബന്ധത്തിലാണ് ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും. അപ്പം നമുക്ക് നീളം എന്നത് 5x എന്നും വീതി എന്നത് 2x എന്നും എടുക്കാം. അപ്പം നീളം 5x ആണ് മക്കളെ, വീതി 2x ആണ്. അപ്പം നീളവും വീതിയും എടുത്തു. ഇനി ചതുരത്തിൻ്റെ ചുറ്റളവ് 140 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ചുറ്റളവിൻ്റെ ഇക്വേഷൻ. ചുറ്റളവിൻ്റെ ഇക്വേഷൻ 2 × L+B എന്നതാണ്. ആണോ? അപ്പോൾ 2 × L+B എന്നതാണ് എത്ര? 140 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 × L+B എന്ന് പറഞ്ഞാൽ 5x + 2x ആണോ? ഇതാണ് എത്ര? 140. ശരിയാണോ? അപ്പോൾ 2 × 7x ആണ് 140 എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് 14x = 140 എന്ന് വരും. അതിൽ നിന്ന് x = 140/14 10 കിട്ടും അല്ലേ? x 10 ആണെങ്കിൽ എന്താ കാണണ്ടേ? ചതുരത്തിൻ്റെ പരപ്പളവ് അതായത് ഏരിയയുടെ ഇക്വേഷൻ L × B അല്ലേ മക്കളെ? x 10 ആയതുകൊണ്ട് നീളം എന്ന് പറഞ്ഞാൽ 5 × 10 50, വീതി എന്ന് പറഞ്ഞാൽ 2 × 10 20 അല്ലേ? അപ്പോൾ ഏരിയ കാണുമ്പം L × B ചെയ്യണം. 50 × 20, നമ്മുടെ ആൻസർ 1000 എന്ന് കിട്ടും. 1000 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് മക്കളെ നമ്മുടെ കറക്റ്റ് ഉത്തരം. ചെയ്ത രീതി നല്ല വ്യക്തമാണോ, ക്ലിയർ ആണോ എന്നൊന്ന് പറയാവോ? ആൻസർ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒന്നുമില്ല, സിമ്പിൾ ചോദ്യമാണ്. ഒരു ചതുരമുണ്ട്, അതിൻ്റെ നീളവും വീതിയും 5:2 എന്ന അംശബന്ധത്തിലാണ്. അപ്പം നീളം 5x എന്നും വീതി 2x എന്നും എടുക്കാം. ഓക്കെ, ഇനി ചുറ്റളവ് തന്നിട്ടുണ്ട്, അത് 140 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുറ്റളവിൻ്റെ ഇക്വേഷൻ 2 × L+B ആണ്. 2 × L 5x, ബ്രെഡ്ത്ത് 2x, L+B 7x, 14x = 140, x = 10 എന്ന് കിട്ടും. x 10 ആണെങ്കിൽ നീളം 5 × 10 50, വീതി 2 × 10 20. നീളവും വീതിയും കിട്ടിയാൽ ഏരിയ കാണാൻ L × B ചെയ്യണം അല്ലേ? 50 × 20, നമ്മുടെ ആൻസർ 1000. ഓക്കെ,
മുന്നോട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം, സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് ഓക്കെ 1296 ചതുരശ്ര മീറ്റർ സ്ക്വയർ പരപ്പളവുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു വശത്തിന് എത്ര നീളമുണ്ടെന്ന്. ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാണ് കാണേണ്ടത്. നമുക്കറിയാം പരപ്പളവിൻ്റെ ഇക്വേഷൻ എ സ്ക്വയർ ആണ്. ആണോ? എ സ്ക്വയർ ആണ് 1296 തന്നിരിക്കുന്നത്. സോ എ കാണാൻ √1296 കാണണം അല്ലേ? 1296 സ്ക്വയർ റൂട്ട് എടുക്കണം. മക്കളെ, സ്ക്വയർ റൂട്ട് കാണാനുള്ള മാർഗം നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇനി സ്ക്വയർ റൂട്ട് കാണാനുള്ള മാർഗം കൺഫ്യൂഷൻ ഉള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഹൗ ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഈസിലി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ സ്ക്വയർ റൂട്ട് കാണുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ അല്ലെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ എവിടെ ചെയ്തിട്ടുണ്ട്, ആ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന പ്ലേലിസ്റ്റിലെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ശരി, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി 12 മുന്നേയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കണം. 12 മുന്നേയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 9. ഏതിൻ്റെയാ? 3-ൻ്റെയാ. അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 3 ഇനി ഇവിടെ ഇത് അവസാനിച്ചേക്കുന്ന 6 ഏതിൻ്റെയൊക്കെ സ്ക്വയർ 6 അവസാനിക്കുന്നതെന്ന് നോക്കുക. നമുക്കറിയാം 4ൻ്റെ സ്ക്വയറും 6 അവസാനിക്കുന്നത്, 6ൻ്റെ സ്ക്വയറും 6 അവസാനിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 4 വരാം. അതായത് ഉത്തരം 34 അല്ലെങ്കിൽ 36 ആണ്. ഇനി ഇതിൽ രണ്ടിലും ഏതാണെന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കത്തെ 35ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. 35ൻ്റെ സ്ക്വയർ കാണാൻ എളുപ്പമാണ്. 3 കഴിഞ്ഞുള്ള കോൺസിക്യൂട്ടീവ് നമ്പർ 4. 3 × 4 12, 25 35ൻ്റെ സ്ക്വയർ. ഇത് 12 96. 35നേക്കാൾ വലിയ ഏതോ സംഖ്യയുടെ സ്ക്വയറാണ്. അതുകൊണ്ട് 36ൻ്റെ സ്ക്വയർ ആണെന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി എന്ന് കിട്ടും. ഇങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി ഇവിടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയുക എന്ന് മാത്രമേ ഉള്ളൂ. വല്ലാതെ ഈ കണക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കണക്കല്ല. ഒന്നുകൂടെ പറയാം, ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് 2 സ്ഥാനം മാറ്റി മുറിക്കണം മക്കളെ. അപ്പോൾ 12 എന്നൊരു സെക്ഷൻ 96 എന്നൊരു സെക്ഷനും കിട്ടും. 12ന് മുന്നേയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കണം. 9 ഏതിൻ്റെയാ? 3ൻ്റെ. അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 3. ഇനി ഇവിടെ ഇത് അവസാനിക്കുന്ന 6 ഏതിൻ്റെയൊക്കെ സ്ക്വയർ ആണ് 6 അവസാനിക്കുന്നതെന്ന് നോക്കണം. ഓക്കെ, 4ൻ്റെ സ്ക്വയറും 6ൻ്റെ സ്ക്വയറും 6 അവസാനിക്കുന്നു. ആണോ? അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 4 വരാം. 34 36 ആണ് ഉത്തരം. ഇതിലേതാണ് എന്ന് ഫിക്സ് ചെയ്യാൻ 35ൻ്റെ സ്ക്വയർ കാണണം. 5 അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാൻ ആദ്യത്തെ സംഖ്യ 3ഉം അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ 4ഉം കൂടെ ഗുണിക്കുക. 3 × 4 12. അതിൻ്റെ കൂടെ 25 ചേർത്ത് എഴുതുക എന്നൊരു റൂളുണ്ട്. അപ്പം 35ൻ്റെ സ്ക്വയർ 1225. ഇത് 1296 അതിലും വലിയ സംഖ്യയല്ലേ. അപ്പം 35നേക്കാൾ വലിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് 36ൻ്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കാം. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിലെ രൂപത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദ്യം. ഒരു രൂപം തന്നിട്ടുണ്ട്, ഇതിൻ്റെ പരപ്പളവ്. മക്കളെ, ഞാൻ ഇതങ്ങ് നീട്ടി വരച്ചു. ഓക്കെ, ഇപ്പം ഇത് 2 ഗ്രൂപ്പായിട്ട് മാറിയേ. ഒന്ന് ദേ ഇങ്ങനെ ഒരു സ്ക്വയർ, റെക്റ്റാങ്കിൾ. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കണ്ടോ? ഇതൊരെണ്ണം. ഇനി അടുത്തത് ഇതുണ്ടോ? ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ. അങ്ങനെ 2 റെക്റ്റാങ്കിളായിട്ട് അങ്ങ് മുറിച്ചു. ഇതിൻ്റെ 2ൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് കൂട്ടിയ പരിപാടി തീർന്നില്ലേ? ഓക്കെ, ആദ്യം ഈ നീളം നമുക്കറിയാം. എത്രയാ ഈ നീളം? 10. ഈ വീതി നമുക്കറിയാം. എത്രയാ? 3 ആണോ? അപ്പോൾ അതിൻ്റെ ഏരിയ 10 × 3 ആണോ? അതായത് 30. ക്ലിയർ ആണല്ലോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ. 10ഉം 3ഉം. സോ ഇത് 10, ഇത് 3. 10 × 3 30 കിട്ടും. ശരി, ഇനി ഈ നീളം എത്രയാ മക്കളെ? ഈ നീളം ഇത് ഫുള്ള് 6 ഇത് ഫുൾ 6. അതിൽ ഇത്രയും 3 അപ്പോൾ ഈ ബാക്കിയുള്ളത് 3. യെസ്, ഈ ഭാഗം 2. അപ്പോൾ ഇതിൻ്റെ ഏരിയ 3 × 2 6. കണ്ടോ? അപ്പം ഇത്രയത്തിൻ്റെ ഏരിയ 30, ഇതിൻ്റെ ഏരിയ 6. അപ്പോൾ 2ൻ്റെയും കൂടി ഏരിയ 36 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും അല്ലേ? എളുപ്പമുള്ള ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചതുരാകൃതിയായ ഒരു പുരയിടത്തിന്
ചതുരാകൃതിയാണേ. ഓക്കെ, ചതുരാകൃതിയായ ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. 50 മീറ്റർ നീളമുണ്ട്. വീതി അറിയില്ല, ബ്രെഡ്ത്ത് അറിയില്ല. ശരി, ഇതിൻ്റെ പരപ്പളവ് അതായത് ഏരിയ 1500 ചതുരശ്ര മീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം കാണാൻ ചോദിച്ചാൽ ചുറ്റളവ് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പോൾ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ മക്കളെ? ഈ ഏരിയയാണ് 1500 തന്നേക്കുന്നത്. അതിൽ ലെങ്ത് നമുക്കറിയാം 50 ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്കറിയില്ല, ഈക്വൽ ടു 1500 എന്ന് കിട്ടി. ആണോ? അതിൽ നിന്ന് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം. 1500 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. ഇതും വെട്ടിപ്പോകും. ആൻസർ 30 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് ബ്രെഡ്ത്ത് 30 മീറ്റർ എന്ന് കിട്ടി. ലെങ്തും ബ്രെഡ്ത്തും കിട്ടിയാൽ ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എന്ന് പറഞ്ഞാൽ ചുറ്റളവല്ലേ കാണണ്ടേ? ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് ചതുരത്തിൻ്റെ ചുറ്റളവ്. ആണോ? അപ്പോൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 50 പ്ലസ് 30 ആണോ? അപ്പോൾ 2 ഇൻറ്റു 80 എന്ന് വരും. ആൻസർ 160 മീറ്റർ നീളമാണ് ചുറ്റളവ് എന്ന് കിട്ടും. എളുപ്പമുള്ള ചോദ്യമായിരുന്നു അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇന്നത്തെ 5 ചോദ്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയി. മക്കളെ, 2D ജോമെട്രി എന്ന ഒറ്റ കൊമ്പനെ നമ്മൾ തീർത്തുകൊണ്ടിരിക്കുവാണ് ഓരോന്നായിട്ട്. ആണോ? വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം, ഒപ്പം കൂടിക്കോണം. സോ PYQ പഠിച്ച് ഈ ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാം. കുറേ PYQs ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് ഓവറോൾ ക്ലാരിറ്റി, വ്യക്തത കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാകും. അപ്പം നോട്ട് എഴുതി പഠിച്ച ചോദ്യം നോട്ട് എഴുതി തിയറിയൊക്കെ എഴുതി വെച്ച് തന്നെ പോകണം. ഒരു മടിയും ഉഴപ്പും കാട്ടരുത്. എല്ലാ പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒറ്റ നോട്ട് പഠിച്ചാൽ മതി. PSC പരീക്ഷകൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.